मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। എത്ര സമയം എടുക്കണം ഇവിടെ? വല്ലാതെ ബോറടിക്കുന്നു. 50-2 ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താ വിൽക്കാൻ പോകുന്നേ? എടാ, അദ്ദേഹം ടിക്കറ്റ് വിൽക്കുകയാണ്. എന്നാൽ 50-2 ഇത് വളരെ കുറവാണല്ലോ. എവിടെയാണ് ഷിപ്പ്? അവിടെ നിൽക്കുന്നോ? വരൂതേ, ധൈര്യമായിട്ട് ചാടിക്കൊള്ളൂ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇങ്ങനെ പോയാൽ ഈ ബോട്ട് തീർച്ചയായും മറിയും. നമ്മൾ എങ്ങനെയാണ് ഈ ഷിപ്പിൽ ചെന്ന് എത്തുക? കൊച്ചുകുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും ബിസ്ക്കറ്റ്. ക്രൂസിൽ കയറാൻ ഞാൻ വാങ്ങാം 6 ടിക്കറ്റ്. അടികൈ. എടാ, നമ്മുടെ ലൈനിന്റെ ഏറ്റവും പിറകിലായി പോയി. നമ്മൾ എന്തിനാ പോപ്പട്ടിന് ടിക്കറ്റ് വാങ്ങുന്നത്? അവന് പറന്നു വരാവുന്നതല്ലേ ഉള്ളൂ. എടാ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ ചിറക് പെട്രോൾ കൊണ്ട് ഓടുന്നതല്ല. അല്പം പറഞ്ഞാൽ തന്നെ ഞാൻ ക്ഷീണിച്ചു പോവും. എന്തായാലും ക്രൂസിനകത്ത് നല്ല രസമായിരിക്കും. ആ ഹണി, നല്ല രസമായിരിക്കും. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വയറ്റിനകത്ത് എന്തോ ഓടുന്ന പോലെ. ഇനി വെറുതെ ഇരിക്കാൻ കഴിയില്ല. എനിക്ക് എന്തെങ്കിലും ഉടനെ കഴിച്ചേ പറ്റൂ. വേഗം വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എടാ, വരുമ്പോ ഒരു സൺസ്ക്രീൻ ലോഷൻ വാങ്ങിച്ചോണ്ട് വാ. ആ ക്രൂസിനകത്ത് വല്ലാത്ത ചൂടായിരിക്കും. ഞാൻ എങ്ങാനും കറുത്തു പോവുകയാണെങ്കിലേ ആൾക്കാർ എന്നെ കാക്കയാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. സംശയമുണ്ടോ? ഇവര് ക്രൂസിൽ വരികയാണോ? നല്ല രസമായിരിക്കും. ചിപ്സിന്റെ പാക്കറ്റിൽ കാറ്റ് നിറച്ചിട്ടുണ്ടെങ്കിലും അത് വിറ്റ് തീരുന്നു. ഹണിയും പണിയും എന്തുകൊണ്ട് ക്രൂസിലേക്ക് വരാതിരിക്കുന്നു? അടികൈ. കൊച്ചളിയാ, ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണേ. ഇവിടെ റോഡൊന്നും കാണാനില്ലല്ലോ. പിന്നെ ഈ ക്രൂസ് എങ്ങനെയാ പോവുക? മിണ്ടാതിരിക്കടാ കഴുതേ, ഇത് വെള്ളത്തിലാ ഓടുന്നത്. അല്ല, വെള്ളത്തിലോടുന്നത് മീനുകളല്ലേ കൊച്ചളിയാ? എടാ, അത് ഓടുകയല്ല, നീന്തുകയാണ്. നീന്തുന്നത് മീനല്ല, സിമ്മറാണ്. അതെയോ? ഒന്ന് പറഞ്ഞു. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ വാങ്ങിയില്ല. എന്താ ഇത്? ക്രൂസ് പുറപ്പെടാൻ പോവുകയാണല്ലോ. ഹണിയും മണിയും ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടേ ഇല്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയി നോക്കാം. സംശയമുണ്ടോ? കാശ് കൊടുക്കാതെ കടയിൽ നിന്നും ചോക്ലേറ്റ് കിട്ടില്ലല്ലോ. നീന്തി പോകുന്ന പോപ്പറ്റെ, നിനക്ക് പറക്കാമല്ലോ. അടികൈ. ഓ, നിങ്ങളൊക്കെ കൂടെ ഞാൻ എന്ന് ചേർന്നോ അന്ന് തന്നെ ഞാൻ എല്ലാം അങ്ങ് മറന്നു. എനിക്ക് ഇത്രയും വലിയ ചിറകുണ്ടല്ലോ. സംശയമുണ്ടോ? എടാ, ക്രൂസ് പുറപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ബർഗറും കഴിച്ചോണ്ടിരിക്കുകയാണോ? സംശയമുണ്ടോ? പോയെന്നോ? നമ്മൾ 3 പേരും ഇവിടെ ആയോ? 3 പേരല്ല, 2 പേര്. ഞാൻ സുഖമായി പറന്നു പോവും. സംശയമുണ്ടോ? കഴിയുമെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. എന്താ സംശയമുണ്ടോ? എനിക്ക് കൈ ഉണ്ടായിരുന്നെങ്കിൽ ഈ കയർ എപ്പോഴും ഞാൻ പൊട്ടിച്ച് കളയുമായിരുന്നു. സംശയമുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു പണി തരുന്നുണ്ട്. എന്റെ അമ്മേ, ഓണം വന്നാൽ എല്ലാവരും ഉടുക്കും നല്ല മുണ്ട്. ഈ പകലിൽ തന്നെ ഞാൻ നക്ഷത്രം എണ്ണുന്നുണ്ട്. അടികൈ. കറക്റ്റായിട്ട് എണ്ണണേ, ഒന്നുപോലും മിസ്സാവരുത്. സംശയമുണ്ടോ?
ഇവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കുന്നേ? എനിക്ക് വല്ലാതെ ചൂട് അനുഭവപ്പെടുകയാണ്. വേണമെങ്കിൽ സൺസ്ക്രീൻ തടയിക്കോ. നീ എന്തായി കാണിക്കുന്നത് ഹണി? സൺസ്ക്രീൻ കഴിക്കാണ്. ശരീരത്തിന്റെ ഉള്ളിൽ ചൂടെടുക്കാൻ പാടില്ലല്ലോ. വേഗം വാ, നമുക്ക് സ്വിമ്മിംഗ് ചെയ്യാം. ഓ, എന്തൊരു വൃത്തികെട്ട സ്മെല്ലാണിത്. നിങ്ങൾ വെയിറ്റേഴ്സ് ഒക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ. ഞങ്ങൾ വെയിറ്റർ അല്ല, പാസഞ്ചർ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വിം ചെയ്യണം. ഇപ്പൊ ഞാൻ തമാശ കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്വിമ്മിംഗ് ചെയ്യണമെങ്കിൽ ടോപ്പ് ഫ്ലോറിൽ പോയി അവിടെ നിന്ന് ചാടണം. ഇത് ക്രൂസിന്റെ റൂൾസ് ആണ്. ഞങ്ങൾ നിന്നെ പോലെ മണ്ടന്മാരൊന്നും അല്ല, അത് നീ മനസ്സിലായിക്കോ. ഞങ്ങൾ അവിടെ നിന്ന് ഡൈവ് ചെയ്തോളാം. ചാടിക്കോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടല്ലേ കയറിയത്, പിന്നെന്തിനാ ഈ ക്രൂസ് നമ്മൾ വിട്ടിട്ട് പോകുന്നത്? വരണം ചേട്ടാ, വരൂ വരൂ വരൂ. എനിക്ക് മുഴുവനും കൊച്ചു കുട്ടികളാ ഉള്ളത്. ഇന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ കഴിയും. കുഞ്ഞു കുഞ്ഞു മീനുകൾ തിന്ന് അവർക്ക് വയറ് നിറയുന്നില്ല. ഇന്ന് നല്ല ആഹാരം കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. ഓടിക്കോ, I mean, നീന്തിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. നേരത്തെ 2 പേരായിരുന്നു, ഇപ്പൊ 3 പേരായപ്പോ എന്നെ കൊണ്ട് പറക്കാൻ കഴിയുന്നില്ല. ഞാനൊരു തത്തയാണ്, അല്ലാതെ ലോഡ് അടിച്ചുകൊണ്ട് പോകുന്ന ടിമ്പർ ലോറി അല്ല. സംശയമുണ്ടോ? നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഇതാ, ഇത് കഴിച്ചോളൂ. സണ്ണി അതിനകത്ത് തീർച്ചയായിട്ടും മുളകിട്ടിരിക്കും, സംശയമേ വേണ്ട. ഫാക്ടറിയിൽ തീ പിടിച്ചോ? വായിക്കുമ്പോഴത്തേക്കും തീ പിടിച്ചോ? വൗ, എനിക്ക് ഇഷ്ടപ്പെട്ട പനീർ. ഇവിടെ ഇപ്പോഴല്ലേ പനീർ ഉണ്ടായിരുന്നത്? അതിനിടയ്ക്ക് അത് എപ്പോഴാ മായായിട്ട് മറഞ്ഞത്? ഈ സണ്ണി അവന്റെ കൂട്ടുകാരൻ നമ്മളെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്നാ അവന്റെ മൂക്കിടിച്ച് ഞാൻ പൊട്ടിക്കും. എടാ സണ്ണി, വേഗം നീന്തിക്കോ, ക്രൂസിനകത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. മരമണ്ട, നമ്മളിപ്പോ നീന്തി എങ്ങോട്ട് പോവും? നമുക്ക് ഫിഷ് ഓർഡർ ചെയ്താലോ? ആഹാ, നന്നായിട്ട് പ്രയത്നിച്ച് ഇവിടെ ഒരുപാട് പേർ ജേതാവായിരിക്കുന്നു. ഇവിടെ ഓർഡർ ചെയ്യും മുമ്പേ ആഹാരം കിട്ടിയിരിക്കുന്നു. അടികൈ. ഓ ഓ ഓ.
മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. കന്നാ സാറും ഹണിയും എവിടെ പോയി? അതാ വരുന്നു ഹണി. ഹണി, നീ കന്നാ സാറിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ എവിടെയും കണ്ടില്ല. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇതാ കണ്ടില്ലേ, കന്നാ സാറിനെ കിട്ടിപ്പോയി. പാട്ട് പാടാൻ അറിയാത്തവനോട് നാട്ടുകാർ പറയുന്നു പാടുപാട്ട്. നീ എന്നെ ഹിപ്ബോർഡാക്കി ഇത്രയും ദൂരം തുഴഞ്ഞു വന്നിരിക്കുന്നു. അടികായി അങ്ങോട്ട് നോക്ക്, ലൈഫ് ജാക്കറ്റ്. വേഗം വരൂ. മേഡം, ജനങ്ങൾ ഒരുപാടുണ്ട്. ലൈഫ് ജാക്കറ്റ് വളരെ കുറവുമാണ്. നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, പക്ഷെ അവരാരാണ് രക്ഷിക്കുക? ഇവന്മാർക്കെല്ലാം തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ സംഭവിക്കണം. അവര് നമ്മൾ രക്ഷിച്ചേ മതിയാകൂ. നീ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, തേള് കടിച്ചാലും കരയിലെത്തിക്കണം. എങ്ങനെ കരക്കെത്തിക്കാനാ? ഇവിടെ ഇപ്പൊ മുഴുവൻ സമുദ്രല്ലേ. എന്റെ പക്കൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. എനിക്ക് ദേഷ്യം വന്ന അവന്റെ മൂക്കിടിച്ച് ഞാൻ പൊട്ടിക്കും. നീ എന്താണ് ഈ പറയുന്നത്? എന്നെ കൊണ്ട് തീർച്ചയായും ഇത് ചെയ്യാൻ കഴിയുകയില്ല. സംശയമുണ്ടോ? നന്ദിയുണ്ട്. താങ്ക് യു ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ആദ്യം കയറോ എനിക്ക്. കേട്ടോളൂ, മഴ പെയ്താൽ വയലും കുളവും വേഗം നിറയും. ഈ ഹോളിഡേ പറ്റി ഞാൻ ബാങ്കിൽ എല്ലാവരോടും പറയും. അടികൈ